നെസീസ് ആർക്കൈവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു പുതുക്കി പണിത വീടിൻ്റെ കിച്ചണാണ് കേട്ടോ. അപ്പോൾ കിച്ചണും അതേപോലെ തന്നെ പുതുക്കി പണിത് തന്നെയാണ്. അപ്പോൾ ഇക്കാക്കൻ്റെ തറവാട്ടിലെ കിച്ചണാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ വീട്. അപ്പോൾ വീട് ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ പണി മൊത്തമായിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ വീടിൻ്റെ ഒരു ഹോം ടൂർ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇവിടെ വരുന്ന സമയത്തൊക്കെ വിചാരിക്കും കേട്ടോ, ഈ ഒരു കിച്ചന് വീഡിയോ ആയിട്ട് എടുക്കണമെന്ന്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി ഇപ്പോഴത്തെ ഈ ഒരു കിച്ചണ്. ഇപ്പോൾ ഈ കിച്ചണായിട്ട് ഉപയോഗിക്കുന്നത് ആദ്യം ഒരു ബെഡ്റൂമാണ് കേട്ടോ. ഇവിടുത്തെ ഉമ്മ സ്ഥിരമായിട്ട് മുമ്പേ താമസിച്ചിരുന്ന ഒരു റൂമാണിത്. പിന്നെ ഉമ്മക്ക് അപ്പുറത്തൊരു റൂം ഉണ്ടാക്കിയപ്പോൾ പിന്നെ ഉമ്മ അവിടെ ആയിട്ടോ കിടത്തും. എന്നാലും ആ പഴയ ആ റൂമിൻ്റെ ഓർമ്മകളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഞാൻ ഓരോന്നായിട്ട് കാണിക്കട്ടോ. ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത സാധാരണക്കാരായ ഒരു വീട്ടമ്മേൻ്റെ അടുക്കള തന്നെയാണ് കേട്ടോ അത്. മേലുള്ള കബോർഡിൻ്റെ പണി മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ മൈക്കൊക്കെ അവിടെ ഒട്ടിക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഈ കൗണ്ടർ ടോപ്പിൻ്റെ അടിയിൽ ആണ് കേട്ടോ അവർ ഈ അയച്ചിടുന്ന ഡ്രസ്സൊക്കെ ഇടുന്ന ആ ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പുറത്തെ സൈഡിലാണ് അരി വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു വലിപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ഇസ്തിരി ഇടുമ്പോൾ ഇരിക്കുന്ന ബെഡ്ഷീറ്റും പിന്നെ അയൺ ബോക്സൊക്കെയാണ് കേട്ടോ. പിന്നെ അടിയിൽ ഗ്ലാസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവില്ലോ, പത്തിരിപ്പൊടി, മൈദ, ഗോതമ്പൊടി, അങ്ങനത്തെ ഒക്കെ അല്ലേ, അതൊക്കെ വെക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ. ഇതിപ്പോൾ കിച്ചണായിട്ട് അല്ല കേട്ടോ ഉപയോഗിക്കുന്നത്. ഒരു വർക്കിംഗ് കിച്ചൺ വേറെ ഉണ്ട്. എന്നാലും 2 കിച്ചൺ ഉണ്ടാവുമല്ലോ അധികം വീട്ടിലും. അപ്പോൾ ഇതിപ്പോൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇസ്തിരി ഇടാനും പിന്നെ ഭക്ഷണം കഴിക്കാനും പിന്നെ അതേപോലത്തെ ഓരോ സ്റ്റോറേജ് ബോക്സുകളൊക്കെ ആയിട്ടും അങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്നാലും വലിയ എന്തെങ്കിലുമൊക്കെ പരിപാടി നടക്കുമ്പോൾ ഇതേപോലത്തെ 2 കിച്ചൺ അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകളെ കൊള്ളുകയും ചെയ്യും. ഒരു കിച്ചൺ തന്നെ ആകുമ്പോൾ നിന്ന് തിരിയാനുള്ള സ്ഥലം ഉണ്ടാവില്ലല്ലോ. ഡൈനിങ് ഹാളത്തെ ഷോക്കേസൊന്നും സെറ്റ് ആവാത്തതിനെ കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ഇവിടെയുള്ള ഈ ഷോക്കേസിലാണ് കേട്ടോ കുട്ടികളുടെ ട്രോഫികളെ വെച്ചിട്ടുള്ളത്. ഇതാണ് ഇളയച്ചൻ്റെ മക്കൾ കേട്ടോ, 2 ആൾ. പിന്നെ അത് ചെറിയ മോളും, 2 മോളും 1 മോനുമാണുള്ളത്. മോന് +2 കഴിഞ്ഞ് ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. മോള് +2 ആണ്. ചെറിയ മോള് 5ാം ക്ലാസ്സിലുമാണ്. സാധാരണ ഇവർ ഫുഡൊക്കെ കഴിക്കൽ ഈ ഒരു ടേബിളിൻ്റെ മേലെ വെച്ചിട്ടാണ്. അല്ലാതെ ഗസ്റ്റൊക്കെ വരുമ്പോൾ മാത്രമാണ് ഡൈനിങ് ഹാളത്തെ ടേബിൾ മേലേക്ക് പോവൽ. ഇവരുടെ ഫ്രിഡ്ജും ഒന്ന് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ സാധാരണ ഡബിൾ ഡോറിനേക്കാളും വീതിയുള്ള ഒരു ഫ്രിഡ്ജാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് കാണിക്കുന്നത്. ഒരുപാട് സ്റ്റോറേജ് സൗകര്യം ഉണ്ട് കേട്ടോ. ഫ്രീസറൊക്കെ നല്ല ഉഷാർ തന്നെയാണ്, ഒരുപാട് സാധനങ്ങളൊക്കെ കൊള്ളും. അതേപോലെ തന്നെ താഴെയും നല്ല അത്യാവശ്യം വലിപ്പവും വീതിയൊക്കെ ഉണ്ട്. 10 വർഷത്തോളമായിട്ടുള്ള ഒരു ഫ്രിഡ്ജാണിത്. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ചുള്ള നാശനഷ്ടങ്ങളൊന്നും ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടില്ല കേട്ടോ. നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടും സൂക്ഷിക്കുന്നതിനോണ്ടാണ് വലിയൊരു പരിക്കൊന്നും ഈ ഫ്രിഡ്ജിനൊന്നും വരാത്തത്. നോമ്പ് കാലത്ത് നിറഞ്ഞു കഴിഞ്ഞ ഒരു ഫ്രിഡ്ജാണ് കേട്ടോ അത്. നോമ്പൊക്കെ കഴിഞ്ഞ ശേഷം ആ ഫ്രിഡ്ജൊക്കെ കാലി അയക്കുന്നു. ഇവർക്ക് ഇനി ഒരു വർക്കിംഗ് കിച്ചണും കൂടി ഉണ്ട് കേട്ടോ. ആ കിച്ചണിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഏറ്റവും നല്ല ഭംഗിയുള്ളത് കാണാനായിട്ട്. അതാണ് ഞാനിപ്പോൾ ഒന്നുകൂടി കാണിക്കുന്നത് നിങ്ങൾക്ക്. അങ്ങനെ ആകുമ്പോഴുള്ളൂ മൊത്തത്തിൽ ആ ഒരു കിച്ചൻ്റെ ഒരു വ്യൂ കിട്ടുള്ളൂ കേട്ടോ. കൂടുതൽ ഞാൻ പറഞ്ഞില്ല, വർക്കിംഗ് കിച്ചൺ അല്ല അത്. സാധാരണ നമ്മൾ ഫുഡ് കഴിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു കിച്ചണാണത്. നേരെ കാണുന്ന ആ ഒരു വിൻഡോ ഉണ്ടല്ലോ നമ്മളെ ഡൈനിങ് ഹാളിലേക്കുള്ള, അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഏരിയയാണ് കേട്ടോ അത്. പിന്നെ കൂടാതെ ഈ ഒരു കിച്ചണും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് കിച്ചൺ എന്ന് പറയുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ വർക്കിംഗ് കിച്ചൺ അല്ല, അല്ലാത്തൊരു കിച്ചണാണിത്. ഇനി നമുക്ക് കാണാനുള്ളത് വർക്കിംഗ് കിച്ചണാണ് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പമുണ്ട്. എന്നാലും ഓവറേറ്റ് വലിപ്പമല്ലേനും. നമ്മൾ ഒരു പരിപാടിയൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഇവിടുന്ന് ചുറ്റിത്തിരിയുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അത്. ഈ ഒരു കിച്ചണിനും ക്യാബിനുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ കൊള്ളും. അതുമല്ല ഇങ്ങനെ അടച്ച് ഇടുമ്പോൾ അതൊരു കിച്ചണിന് ഒരു പ്രത്യേക വൃത്തി തന്നെയാണല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ കിച്ചണിലുള്ള കുറേ സാധനങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു വലിപ്പിൽ. അതായത് ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനത്തെ പൊടി ഐറ്റംസൊക്കെയാണ് കേട്ടോ. പിന്നെ അടിഭാഗത്ത് ഗ്ലാസ്, വേറൊരു സ്ഥലത്തുള്ള ഗ്ലാസിൻ്റെ ബാക്കിയും കൂടിയാണ് കേട്ടോ ഇവിടെ വെച്ചിട്ടുള്ളത്. അത്യാവശ്യം അടുക്കളയിലേക്ക് എടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഈ ഒരു വലിപ്പിൽ വെച്ചിട്ടുള്ളത്. വലിപ്പ് എന്നാണ് കേട്ടോ ഇതിന് പറയുക. അപ്പോൾ മേശാന്നും പറയും. അപ്പോൾ നിങ്ങൾ എന്താണ് പറയുകയെന്ന് പറയണം കേട്ടോ. പിന്നെ ഇപ്പുറത്തെ സൈഡിലാണ് ഈ പാത്രങ്ങൾ, ഡെയിലി ഉപയോഗിക്കുന്ന പാത്രങ്ങൾ തന്നെയാണ് കേട്ടോ. പിന്നെ അതേപോലെ അതിൻ്റെ അടിയിലും കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഡൈനിങ് ഹാളിലും മറ്റുള്ള സ്ഥലത്തൊന്നും ക്ലോക്ക് വെച്ചിട്ടില്ലെങ്കിലും കിച്ചണിലാണ് കേട്ടോ മസ്റ്റായിട്ടും ക്ലോക്ക് വെക്കേണ്ടത്. രാവിലെ കുട്ടികളൊക്കെ സ്കൂളിലും മദ്രസയിലൊക്കെ പോകുമ്പോൾ മസ്റ്റായിട്ട് കാണേണ്ടത് തന്നെയാണല്ലോ ഈ ഒരു ക്ലോക്ക്. പിന്നെ കിച്ചൻ്റെ ഈ ഒരു ഭാഗത്താണ് ഈ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ എടുക്കൂലേ, എപ്പോഴും ഉപയോഗിക്കേണ്ടാത്ത പാത്രങ്ങൾ, ഒരുപാട് ആളുകൾ വരുമ്പോൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഒരു സൈഡിലും. പിന്നെ താഴെ
ഈ മിക്സിൻ്റെ ജാറുകളുമാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. എല്ലാ ഭാഗത്തും ഇങ്ങനത്തെ പ്ലേറ്റ് തന്നെയാണ് കേട്ടോ, ഡെയിലി യൂസ് ചെയ്യാത്ത പ്ലേറ്റുകളും ബൗളുകൾ പിന്നെ അങ്ങനത്തെ കുറേ ഐറ്റംസാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഈ ചുമരിൻ്റെ മേലുള്ള ഈ ഒരു ഷോക്കേസ് വെച്ചിട്ട് കുറേ ആയിട്ടോ, കുറേ കൊല്ലങ്ങളായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10 കൊല്ലത്തിനൊക്കെ മേലായിട്ടുണ്ടാകുന്നു. അപ്പോൾ ഒരു കുഴപ്പം ഇതിന് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴെ ആണ് ഇപ്പോൾ മറ്റുള്ള കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ടുള്ളത്. കബോർഡിൻ്റെ അടിയിലാണ് കൂടുതൽ സാധനങ്ങൾ, മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ കുറേശ്ശെ നമ്മൾ നിത്യം ഉപയോഗിക്കാനുള്ളതുമാണ് അതിൻ്റെ മേലെ വെച്ചിട്ടുള്ളത്. അതുപോലെ മീഷോന്നോ ആമസോണിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുള്ളതാണ് ആ ഒരു കണ്ടെയ്നറുകൾ. കൗണ്ടർ ടോപ്പിൻ്റെ മേലെ ഒരു സൈഡിലായിട്ടാണ് ഓയിൽ, വെളിച്ചെണ്ണ, എണ്ണ, ഈ നെയ്യ് അങ്ങനത്തെ ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അതാ താഴെ ഇതേപോലത്തെ ഒരു ബോക്സ് ഉണ്ട് കേട്ടോ, അതിലാണ് ഡെയിലി ഉപയോഗിക്കുന്ന സ്റ്റീൽ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. പ്ലേറ്റ്, ഡവറ, സ്റ്റീലിൻ്റെ ഗ്ലാസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ അവിടെയാണ് വെക്കൽ. ഇതിൻ്റെ മേലെ തന്നെയാണ് മിക്സി വെച്ചിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ഉപയോഗിക്കാൻ എളുപ്പത്തിന് വെക്കുന്നതാണ്. പിന്നെ അവിടെയാണ് കേട്ടോ ചിരവിയും വെക്കൽ. ഇപ്പോൾ അത് കഴുകിയിട്ടുള്ള പുറത്ത് കൊണ്ടുപോയി വെച്ചതാണ്. പിന്നെ ഇത് ആ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്ന ഡിഷ് ട്രെയിനർ ഉണ്ടല്ലോ, അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് എപ്പോഴും അവളോട് പറയും എനിക്ക് നല്ല ഇഷ്ടമായിന്ന്. പിന്നെ ഇത് അതിൻ്റെ അടിയിൽ വെള്ളം ഉറ്റി വീഴുന്ന ഒരു ട്രേ ഉണ്ട്, അത് എടുത്തിട്ട് ഈ പാത്രം കഴുകി കഴിഞ്ഞാൽ അതിൽ വെള്ളം നിറയും. അത് എടുത്തിട്ട് നമ്മൾ നേരെ സിങ്കിലേക്ക് ഒഴിച്ചാൽ മതി. സിങ്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇത് വെച്ചിട്ടുള്ളത്. 800 രൂപയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അതിന്. എനിക്കിപ്പോൾ കറക്റ്റ് ഇപ്പോൾ ഓർമ്മയില്ല, അതാണെന്ന് തോന്നുന്നുണ്ട്. ഇവർക്ക് ഡബിൾ സിങ്ക് ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഡബിൾ സിങ്ക് ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല, സിംഗിളായിരിക്കും കൂടുതൽ ആളുകൾക്കും ഇഷ്ടം. കാരണം എന്താ വെച്ചാൽ എല്ലാം തേച്ച് കഴുകി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഈ സിംഗിളായാലും ഡബിളായാലും എനിക്ക് ഓക്കെയാണ് കേട്ടോ. പിന്നെ എന്താ ഡോക്ടർ വാഷിൻ്റെ ഈ ചാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാത്രം കഴുകുന്ന സോപ്പാണ് കേട്ടോ ഇത് നല്ലതാണെന്നാണ് കേട്ടോ അവൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതേപോലത്തത് കടയിൽ നിന്നൊക്കെ വാങ്ങിയാൽ മതി. അതുകൊണ്ടാണ് അവൾ അത്രയും നല്ല ഒരു അതിനെപ്പറ്റി നല്ലൊരു അഭിപ്രായം പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ഇതൊന്ന് പരിചയപ്പെടുത്തി തന്നത്. സ്റ്റീൽ പാത്രങ്ങളൊക്കെ നല്ലോണം വെട്ടിത്തിളങ്ങുന്നതാണ് അവൾ പറയുന്നത്, നല്ല യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ കൗണ്ടർ ടോപ്പിൻ്റെ ഒരു മൂലയിലേക്കാണ് കേട്ടോ കല്ലുപ്പ്, പൊടിയുപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. എനിക്ക് ഒരു കാര്യത്തിൽ എൻ്റെ ഇളയച്ചിനെ അഭിനന്ദിക്കാതെ വയ്യ കേട്ടോ. ഇപ്പോൾ കൂടുതൽ ആളുകളും ഗ്യാസുമ്മലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഇവളിപ്പോഴും ഈ അടുപ്പിൽ തന്നെയാണ് കേട്ടോ കത്തിക്കൽ കൂടുതലും. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഗ്യാസ് അടുപ്പിനെ ആശ്രയിക്കലുള്ളൂ. അപ്പോൾ എപ്പോഴും ഈ പരിപാടി ഉണ്ടാകുന്ന സമയത്ത് മാത്രമല്ല, എല്ലാത്തപ്പോഴും ഇവൾ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ വെക്കുക. അത് മാത്രമല്ല പുറത്ത് കല്ലിൽ തന്നെയാണ് അവൾ തിരുമ്പലും. അത്യാവശ്യം പറ്റാത്ത സമയത്ത് മാത്രമേ ഉള്ളൂ വാഷിംഗ് മെഷീനെ ആശ്രയിക്കലുള്ളൂ. വിറകടുപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഗ്യാസ് അടുപ്പും കൂടി വെച്ചിട്ടുള്ളത്. പിന്നെ അതാ പുറത്തുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാക്കിലെ മുറ്റം ഒരുപാടൊന്നും ഇല്ലെങ്കിലും അവർ നല്ലോണം അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ നമ്മൾ വേസ്റ്റൊക്കെ ഇടുന്നതിൽ കൂടിയ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ അവർ കുറച്ച് കാലമായിട്ട് തുടർന്ന് പോരുന്നത്. പിന്നെ അതാ ഈ പുറത്ത് ഒരു ചെറിയൊരു ഷോക്കേസ് പോലത്തെ പഴയത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മളെ ചട്ടി, ചെമ്പ്, കലം അങ്ങനത്തെ കണ്ട് വെച്ചത്. പിന്നെ ബാക്കിൽ കുറഞ്ഞ മുറ്റാണെങ്കിലും ചെറിയ രീതിയിൽ പച്ചക്കറിയൊക്കെ അവൾ ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഇതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റിൽ മണ്ണ് നിറച്ചിട്ട് എത്ര വർഷമായി ഇവർ ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കൽ തുടങ്ങിയിട്ടെന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല കേട്ടോ. ഇതേപോലെ വലിയ റമ്മ് വാങ്ങിയിട്ട് അതിൽ ഹോൾസ് ഉണ്ടാക്കിയിട്ട് പൈപ്പൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഒക്കെയാണ് കേട്ടോ അപ്പോൾ അവർ വേസ്റ്റ് ഇടൽ. അതുകൊണ്ട് തന്നെ വേസ്റ്റ് ഇടാൻ സ്ഥലമില്ലാത്തവർക്ക് അത് നല്ലൊരു മാർഗ്ഗമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കിച്ചൺ ഡോറിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഭാഗം കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അത് അലക്കുകല്ലാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ല അവൾ കല്ലുമ്മൽ തന്നെയാണ് അധികം അലക്കലെന്ന്. പിന്നെ അതാ മുമ്പത്തെ ആ ഒരു ഇതുണ്ടല്ലോ ഈ റമ്മ്, അതിലത്തെ വേസ്റ്റാണ് കേട്ടോ. അത് വേസ്റ്റ് ഉണങ്ങിയിട്ട് കമ്പോസ്റ്റായി മാറിയതാണ്. ഓൾ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് പച്ചക്കറി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു രഹസ്യം അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് സ്ലറി വരുമ്പോൾ അതും കൂടി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അവൾ ചെടിക്ക് കൊണ്ടുപോയി വയ്ക്കലുണ്ട്. ഇപ്പോൾ ഇവർ കുറച്ചായിട്ട് കോർപ്പറേഷനിൽ നിന്ന് റിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ റിങ് കമ്പോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ അതാ കുറച്ച് ബാക്കിലേക്കായിട്ട് വീടിൻ്റെ മുകൾ ഭാഗം ഉണ്ടാക്കിയ സമയത്ത് പിന്നെ വിറകിടാനായിട്ട് ഒരു ഭാഗം തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ അവൾ അധികം അടുപ്പത്ത് തന്നെയാണ് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കൽ. അതുകൊണ്ട് വിറക് അത്യാവശ്യമാണല്ലോ, അത് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലവും. വിറകടുപ്പിൻ്റെ ബാക്ക് ഭാഗം കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതാ പുകയില്ലാത്ത അടുപ്പ് തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ അതാ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഇവൾ കഴുകിയിട്ട് ഇതേപോലെ കമ്പിയിൽ കൊളുത്തിടും. അത് ഉണങ്ങിയതിന് ശേഷം ഇതേപോലത്തെ ഒരു മൂടിയുള്ള ബക്കറ്റിലേക്കാണ് കേട്ടോ നിറച്ച് വെക്കൽ. പിന്നെ ആ ബക്കറ്റ് നിറയുന്ന സമയത്ത് അതൊക്കെ എടുത്തിട്ട് ഒരു ചാക്കിലാക്കിയിട്ട് ടെറസിൻ്റെ മേലെ കൊണ്ടുപോയി വെക്കുക. പിന്നെ ഒരു 2-3 മാസം കൂടുമ്പോഴാണല്ലോ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കാൻ വരിക. പിന്നെ കുപ്പികളുണ്ടല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളൊക്കെ വേറൊരു ബക്കറ്റിലും പിന്നെ അതേപോലെ കുപ്പി കഷ്ണങ്ങളൊക്കെ വേറൊരു ബക്കറ്റിലാണ് ഇവരിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2-3 മാസം കൂടുമ്പോൾ ഹരിത കർമ്മസേന വന്നിട്ട് കൊണ്ടുപോയിക്കോളും. പിന്നെ അതാ ആ ഗ്യാസ് കുറ്റിൻ്റെ മേലുള്ള ബക്കറ്റിലാണ് വിറകടുപ്പിൽ നിന്ന് വാരുന്ന വെണ്ണീര് ശേഖരിച്ച് വെക്കൽ. ഈ ഒരു കിച്ചന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാതെ പോകരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.
അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.